എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ SLC കുട്ടികളുടെയും +2 കുട്ടികളുടെയും മാത്സിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് നമ്മുടെ 25-ാം തീയതിത്തെ +1 കുട്ടികളുടെ മാത്സിൻ്റെ എക്സാമാണ്. നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. 4 വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. +2 കുട്ടികളുടെ 2 വീഡിയോയും 10ാം ക്ലാസ് കുട്ടികളുടെ 2 വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിരുന്നത്. ആ 2 വീഡിയോ കണ്ടവർക്ക് 17 മാർക്കിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ അകത്തുനിന്ന് വന്നിരുന്നു. ഇപ്പോൾ +2 കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്ന 12 മാർക്ക് ഉറപ്പിക്കാവുന്ന 2 ചോദ്യങ്ങൾ മാത്രം ഇട്ടിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഉറപ്പായും ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ എല്ലാ എക്സാമിനും കാണുന്ന അതേ പാറ്റേണുള്ള 2 ചോദ്യങ്ങളാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം LPP എന്ന ചാപ്റ്ററിൽ നിന്നും സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന ചാപ്റ്ററിൽ നിന്നും സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ് എന്നൊരു ചോദ്യവും ആ 2 ചോദ്യങ്ങൾ 12 മാർക്കിന് ചോദിച്ചിരുന്നു. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും +2 കുട്ടികൾക്ക് ഒരു 4 മാർക്കിൻ്റെ എലിപ്സിൻ്റെ ചോദ്യവും ചോദിച്ചിരുന്നു. നമ്മൾ സർക്കിളും എലിപ്സും പരാബോളയാണ് പറഞ്ഞിരുന്നത്, അതിൽ എലിപ്സാണ് ചോദിച്ചത്. ഇനി നമ്മുടെ 10ാം ക്ലാസ് കുട്ടികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 5 മാർക്കിൻ്റെ ചോദ്യമുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതിൽ കറക്റ്റ് 5 മാർക്കിൻ്റെ അതേ പാറ്റേണുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഇനി അവരുടെ തന്നെ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ കുട്ടികളുടെ തന്നെ വേറൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. വരയ്ക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ഒരു കൂടെ കീഴിലെന്നുള്ള രീതിയിൽ. അതിൽ നിന്നും 3 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മിനിമം 6 എണ്ണം പഠിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞത് മിനിമം 3 ചോദ്യമെങ്കിലും വരാം. കാരണം സ്ഥിരം വരുന്നൊരു പാറ്റേണാണ്. ഇനിയപ്പോൾ മക്കളെ നമ്മൾ ഇനി വരുന്നത് നമ്മളുടെ +1 കുട്ടികളുടെ ഒരുപാട് പേര് കമൻറ്റ് ഇടുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നു, സാറേ +1 വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ +2 10ാം ക്ലാസ് കുട്ടികളുടെ എക്സാമിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ പ്രിപ്പറേഷൻ ക്ലാസ്സും അതിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടാണ് വേറെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റായിരുന്നത്. നമ്മുടെ ചാനൽ ഇച്ചിരി ലേറ്റായി കൂടെ തുടങ്ങിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ +2 കുട്ടികളുടെ ആയിരുന്നെങ്കിലും 10ൻ്റെ ആയിരുന്നെങ്കിലും കുറച്ച് വീഡിയോ കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളൊരു സീരീസ് പോലെ ഇനി +1 കുട്ടികളുടെ വീഡിയോസാണ് ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ന് വീഴുന്ന വീഡിയോ മുതൽ അങ്ങോട്ടുള്ള കണ്ടിന്യൂസ് എല്ലാ ദിവസങ്ങളിലും നമ്മൾ +1 കുട്ടികളുടെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് +1 കുട്ടികളുടെ 25-ാം തീയതി എക്സാമിന് അവർക്ക് ഉറപ്പായും ചോദിക്കുന്ന 5 മാർക്കിൻ്റെ ചോദ്യം വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ മക്കളെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന നിങ്ങളുടെ +1 ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ ആ പാഠം പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ ചാപ്റ്ററിലെ കുറച്ച് കൺസെപ്റ്റുകളാണ് പറയുന്നത്. ഈ പാഠത്തിൽ നിന്നും പ്രധാനമായും ചോദിക്കുന്ന ഒരു 6 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് 6 മാർക്കിന് തന്നെ വരാം. മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ 3 കാണുന്നതിന് 6 മാർക്ക്. അപ്പം ആ ഒരു രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ അഥവാ ഒരു മാർക്ക് കുറയ്ക്കാൻ ഉദ്ദേശിച്ചാലും മീനും വേരിയൻസും മാത്രം ചോദിച്ചുകൊണ്ട് 4 മാർക്കാക്കി ചുരുക്കും. അപ്പം 4 മാർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ 6 മാർക്ക് ആ രീതിയിൽ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. അപ്പം ശ്രദ്ധിക്കുക, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ്. ഒന്ന് മീൻ കാണുന്ന മീനിനെ പറയുന്ന ലെറ്ററാണ് മീൻ. മക്കളുടെ x⁻, മീൻ x⁻ = σ/fi/n ഫ്രീക്വൻസിയും പിന്നെ തരുന്ന ഡേറ്റയും നമ്മൾ ഇൻറ്റു ചെയ്ത് /n. ഓക്കെ, അടുത്തയുടെ വേരിയൻസ് = σ/fi/2n - σ/fi/n². ഓക്കെ, അടുത്ത ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് വേരിയൻസ് ആണ്. കിട്ടുന്ന രണ്ടാമത് കിട്ടുന്ന വേരിയൻസിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇനി ശ്രദ്ധിച്ച ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നോക്കണം, വേരിയൻസിൽ ഇക്വേഷനിൽ വേണ്ട σ/fi/n². അതല്ലേ കുറയ്ക്കേണ്ടത്. ഇതിന് കുറയ്ക്കേണ്ടത് σ/fi/n അല്ലേ. ഇത് ആരാടാ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇത് മീനാണ്. ഇവിടെ കണ്ടുപിടിച്ച മീൻ അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് മൈനസ് വേണമെങ്കിൽ എന്തെഴുതാം? മീൻ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ x⁻² എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം മീനായിട്ട് കിട്ടുന്ന ഉത്തരത്തിൻ്റെ സ്ക്വയറാണ് നമ്മൾ എടുക്കുന്നത്. മറന്നു പോകരുത്. ചില കുട്ടികൾ മീൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഇതൊന്നുകൂടെ ചെയ്യും. മീൻ കിട്ടിയാൽ അവിടെ തരുന്ന ഉത്തരം ഇവിടെ എഴുതിയാൽ മതി. ഇപ്പോൾ എക്സാമ്പിളിന് മീനായിട്ട് വന്ന ഇപ്പോൾ ഉദാഹരണത്തിനൊരു ഏതെങ്കിലും ഒരു നമ്പർ 25 അല്ലെങ്കിൽ 26 ഏതെങ്കിലും ഒരു നമ്പറിൽ മീൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു പ്രധാന ചോദ്യത്തിലേക്ക് പോവാം. കാൽക്കുലേറ്റ് മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. തന്നിരിക്കുന്ന ഡേറ്റയുടെ എന്ത് കാണുക? മീൻ കാണുക, വേരിയൻസ് കാണുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക. ഇതേ ചോദ്യം വേറെ രീതിയിൽ ചോദിക്കാം. കൺസിഡർ ദ ഫോളോവിങ് ടേബിൾ. ഇത് തന്നിരിക്കുന്ന ടേബിൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് A പാർട്ട് ചോദ്യം ഫൈൻഡ് മീൻ കാണുക. B പാർട്ട് ചോദ്യം ഫൈൻഡ് വേരിയൻസ്. C പാർട്ട് ചോദ്യം ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ രീതിയിലും ചോദിക്കാം കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോണം.
നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത് ചോദിക്കുന്നുണ്ടോ, ഇവരെ പറ്റി ചോദിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ ശ്രദ്ധിക്കാനുള്ള ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്ത് കൂടെ തന്നെ ചെയ്തങ്ങ് പോവുക. മക്കളുടെ ഫ്രീക്വൻസി 5, 10, 20, 5, 10. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ 5 കോളം വരച്ചാണ് നമ്മളിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ആൻസറിലേക്കൊന്ന് പോയി നോക്കാം. ആൻസർ ഒന്ന് നോക്കാം. എടാ മക്കളെ, നമുക്കപ്പം നമ്മുടെ ആൻസറിലേക്ക് പോകാം. എടാ ശ്രദ്ധിക്കുക, നമ്മൾ ആ ക്വസ്റ്റിന് തന്നിരുന്ന ആ ക്ലാസ്സും ഫ്രീക്വൻസിയും കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചോ ഇങ്ങോട്ട് വരച്ച് വെച്ചേക്കാണ്. ഇത് ക്ലാസ്, ഫ്രീക്വൻസി ഷോർട്ടാക്കി പറയുന്നതാണ് FI. അപ്പം ക്ലാസ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ അറിയാം, ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെയാണ് നമ്മൾ ഈ ആദ്യത്തെ 2 കോളം വരച്ചേക്കുന്നത്. ഈ 3 കോളം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. എടാ ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. FI ഫ്രീക്വൻസിയാണ് FI എന്ന് പറയുന്നത്. 5, 10, 20, 5, 10. ഓക്കെ അല്ലേ? എടാ ഇപ്പോൾ ഇത് തന്നിരിക്കുന്നതിനകത്ത് ഇതിപ്പോൾ ഒരു ഡേറ്റ ആണ്, ക്ലാസ് എന്നും ഫ്രീക്വൻസി എന്നും തന്നെ തന്നിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ എക്സാമിന് മാർക്ക് എന്നും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നും തരാം. ഇപ്പോൾ അങ്ങനെയായിരുന്നു ഈ ക്വസ്റ്റ്യൻ എങ്കിൽ മാർക്ക് 0 to 10, 0 മുതൽ 10 മാർക്കുള്ള 5 കുട്ടികൾ, 10 to 20 ഉള്ള 10 പേര്, 20 to 30 ഉള്ള 20 പേര്, 30 to 40 ഉള്ള 5, 40 to 50 ഉള്ള 10. ഓക്കെ, ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പം ഈ ഒരു ഡേറ്റയ്ക്കകത്ത് അടുത്ത കോളം നമ്മൾ എഴുതാൻ പോകുന്ന XI ആണ്. XI എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു ക്ലാസ്സിൻ്റെ നടുക്ക് വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ XI എന്ന് പറയുന്ന കോളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ 0യുടെയും 10ൻ്റെയും കറക്റ്റായിട്ട് നടുക്ക് വരുന്ന ആളെ കാണാൻ 2 പേരെയും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി. 0യും 10ഉം കൂട്ടിയാൽ 10, 10/2, 5. ഓക്കെ, അടുത്തത് 10ഉം 20ഉം ആണ്. അതിൻ്റെ നടുക്ക് വരുന്ന ആളെ കാണാൻ നമുക്ക് പിന്നെ അങ്ങ് ലോജിക്ക് നമുക്ക് കിട്ടിക്കോളും 15, 25 എന്നൊക്കെ. പക്ഷേ എങ്കിലും കറക്റ്റ് ഐഡിയ എന്ന് പറയുന്നത് 10ഉം 20ഉം കൂടെ കൂട്ടുക 30, 30യുടെ പകുതി 15, അത് 20, 30, അതിൻ്റെ കറക്റ്റ് നടുക്ക് വരുന്ന 25, 30, 40 ആണെങ്കിൽ 35, 40, 50 ആണെങ്കിൽ 45. ഓക്കെ, അപ്പം 3ാമത്തെ കോളമായി. ആദ്യത്തെ 2 കോളം നമ്മളുടെ ക്വസ്റ്റ്യനിൽ അതേ കോപ്പി പേസ്റ്റ് ആണ്. ഇനി എടാ 0 to 10, ഇപ്പോൾ മാർക്കിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. 0 to 10 ഉള്ള 5 പേര്, 10 to 20 ഉള്ള 10 പേര്, 20 to 30 ഉള്ള 20 ആളുകൾ, 30 to 40 ഉള്ള 5, 40 to 50 ഉള്ള 10. അങ്ങനെയെങ്കിൽ എത്ര ആളുകളുണ്ടോ അവിടെ? 50 ആളുകൾ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ആളുകളുടെ എണ്ണം, നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിൻ്റെ വാല്യൂ 50. എടാ 3ാമത്തെ കോളം നമ്മൾ പറഞ്ഞിരുന്നു. ഇത് 4ാമത്തെ കോളം ശ്രദ്ധിക്കേണ്ടത് FI XI എന്നാണ്. അതെന്തിനാണ് ആ കോളം ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കാണാനാണ് നമ്മൾ FI XI എന്നുള്ള കോളം ഇടുന്നത്. വേരിയൻസ് കാണാനാണ് നമ്മൾ 5ാമത്തെ കോളമായ FI XI ദ ഹോൾ സ്ക്വയർ എന്നുള്ള കോളം കാണുന്നത്. ഈ 5 കോളത്തിൻ്റെ വാല്യൂസ് കണ്ടിട്ട് നമ്മൾ മീനും വേരിയൻസും കാണുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടെ ഒന്ന് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ സാർ മാറിയിട്ടുണ്ടാകുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, നല്ലോണം ക്ലിയർ ആയിട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അല്ല എഴുതി നോക്കുന്നതാണ് നല്ലത്. അപ്പം അങ്ങ് കിട്ടിക്കോളോടാം, കത്തിക്കോളും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത കോളം FI XI എന്നുള്ള കോളം എന്ന് പറയുന്നത് FI into XI. ഇവിടെ ഈ FIയും ഈ XIയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതും. 5 into 5, 25. ഇവർ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതും 150. 20 into 25, 500. 5 into 35, 175. 10 into 45, 450. ഓക്കെ, FI XIകളായി. ഇനി താഴെ എന്താ വെച്ചാൽ ടോട്ടലാണ്. സിഗ്മ FI XI എന്ന് പറഞ്ഞാൽ സമ്മേഷൻ അല്ലെങ്കിൽ കൂട്ടുക. സിഗ്മ FI XI എന്ന് വെച്ചാൽ FI XIകൾ ഏതൊക്കെ ഉണ്ടോ അതിനെല്ലാം കൂട്ടുക എന്നർത്ഥം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1300. അത് വെച്ചാൽ നമുക്ക് മീൻ കാണാം. അതിന് മുമ്പ് ഇതുകൂടെ ഒന്ന് പറയാം, FI XI സ്ക്വയർ. എടാ FI XI സ്ക്വയർ എന്ന് പറഞ്ഞാൽ FI XI ദ ഹോൾ സ്ക്വയർ എന്നല്ല, തെറ്റരുത്. FI XI ദ ഹോൾ സ്ക്വയർ അല്ല, FI XI സ്ക്വയർ മാത്രമേ ഉള്ളൂ. XI സ്ക്വയർ, FI XI സ്ക്വയർ എന്ന് പറയുന്നത് കാണാൻ നമ്മുടെ കയ്യിൽ FI XI ഉണ്ട്. FI XI കിട്ടിയാൽ അതിൻ്റെ കൂടെ ഒരു XIയും കൂടെ വന്നാൽ മതി. എടാ XI into XI, FI അതേപോലെ കിടക്കും. XI into XI, XI സ്ക്വയർ അല്ലേ. ഇപ്പോൾ 2 into 2, 2 സ്ക്വയർ, A into A സ്ക്വയർ, X into X, X സ്ക്വയർ. അതേപോലെ XI into XI, XI സ്ക്വയർ. അങ്ങനെ കിട്ടുന്നതാണെന്ന് വെച്ചാൽ FI XI കിട്ടിയേക്കുന്ന FI XIയുടെ കൂടെ ഒരു XIയും കൂടെ വന്നാൽ മതി. അപ്പോൾ നമ്മുടെ കൂടെ ഒരു XIയും കൂടെ വരുമ്പോൾ ഒരു XI ആയ 5ഉം കൂടെ വന്നു കഴിഞ്ഞാൽ എത്ര വരും? അത് വെച്ചാണ് നമ്മൾ FI XI സ്ക്വയറിൻ്റെ കോളം എഴുതിയിരിക്കുന്നത്. 5 into 25, 125. ഓക്കെ, 15 into 150, 2250. അങ്ങനെ 25 into 500. അങ്ങനെ ഓരോ കോളം അങ്ങനെയാണ് നമ്മൾ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ഇവിടെ എഴുതുക, ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ഇവിടെ എഴുതും. ഓക്കെ, FI XI സ്ക്വയറിൻ്റെ എന്ത് വേണം നമുക്ക്? വേരിയൻസ് കാണണമെങ്കിൽ അതിൻ്റെയും
സിഗ്മ വേണം എന്ന് വെച്ചാൽ സമ്മേഷൻ വേണം. ഇവിടെ എല്ലാം കൂടെ കൂട്ടിയ പോലെ അവിടെ ആ സമ്മേഷൻ വേണം. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഒരു ആൻസറിലേക്ക് വരും 41,250 എന്നുള്ളൊരു വാല്യൂവിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് ഇത്രയും കോളം വരച്ചതിന് ശേഷമാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത്രയും കോളം വരച്ചതിന് ശേഷം ഓരോന്നും എഴുതുക. മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഭാഗ്യം ഉണ്ടെങ്കിൽ 3 ചോദിക്കും, അല്ലെങ്കിൽ 2 ചോദിക്കും മീനും വേരിയൻസ്. ഓക്കെ, 3 ചോദിച്ചാൽ 6 മാർക്ക്, 2 ചോദിക്കുന്നതെങ്കിൽ 4 മാർക്കിൽ ഒതുങ്ങും. ഓക്കെ, അപ്പം മീൻ ചോദിച്ചാൽ മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ FIXI ബൈ എൻ. FIXI സിഗ്മ FIXI എന്ന് പറഞ്ഞാൽ FIXI എല്ലാം കൂടെ കൂട്ടുക, എണ്ണം കൊണ്ട് ഹരിക്കുക. എടാ FIXI ആരാ? FIXI എല്ലാം കൂടെ കൂട്ടുമ്പം 1300. 1300 50 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ 00 കട്ടായി 5ഉം 130 കൂടെ കട്ട് ചെയ്യുമ്പം ആൻസർ എത്ര വരും? 26 എന്ന് കിട്ടും. 26 നമ്മളുടെ മീൻ എത്രയാണ്? മീൻ 26 ആണ്. ഓക്കെ, അടുത്തത് വേരിയൻസ് കാണാനാണ്. വേരിയൻസ് കാണാൻ സിഗ്മ FIXI സ്ക്വയർ ബൈ എൻ. സിഗ്മ FIXI സ്ക്വയറിൻ്റെ സം എടുക്കുക. 41,250 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മൈനസ് ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു, മീനിൻ്റെ സ്ക്വയർ ആണ്. ശരിയുടെ ഒന്നുകൂടി ഇത് കാണുന്ന കുട്ടികളുണ്ട്. FIXI എടുത്ത് 1300/50 എന്ന് പിന്നെ എഴുതും, അതിൻ്റെ ആവശ്യമില്ല. അത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 26 ആണെന്ന്. 26ൻ്റെ സ്ക്വയർ എന്ന് കൊടുത്താൽ മതി. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 00 കട്ടായി 4125 എന്താണ് 50 കൊണ്ട് 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 825 എന്ന് വരും. 825. ഓക്കെ, അടുത്തത് 26ൻ്റെ സ്ക്വയർ എന്താണ്? 676. എടാ ഇതിനെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് 149. വേരിയൻസ് 149, 149 വേരിയൻസ്. അടുത്തത് വേരിയൻസ് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് സിമ്പിളാണ്. ഏതാ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് വേരിയൻസ് ആണ്. റൂട്ട് വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് വേരിയൻസ് ആണ്. വേരിയൻസിൻ്റെ റൂട്ട് എടുക്കുക. വേരിയൻസ് 149 ആണ്. അതിൻ്റെ റൂട്ട് എടുക്കുമ്പം എത്ര വരും? 149 റൂട്ടാണ് 12.20. മക്കൾ കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ആ ഒരു നമ്മളല്ലാതെ ഒരേ ചെയ്യുന്നതായിട്ട് പറഞ്ഞാൽ ലെങ്തായി പോകും, ഒരുപാട് ലെങ്തായി പോകും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോഴും കത്തും. സിമ്പിളാണ്, അത്ര കട്ടിയുള്ളതൊന്നുമല്ല. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ പയ്യെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. കത്താവുന്നതേ ഉള്ളൂ. ഈ 5 കോളം കേട്ടോ, 5 കോളം ക്ലാസ്. ആദ്യത്തെ 2 കോളം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കോപ്പി പേസ്റ്റ് ആണ്. അങ്ങനെ ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. അടുത്ത കോളം ആ ക്ലാസ്സിൻ്റെ നടുക്കുന്നുള്ള ആളെ എടുക്കുക. അങ്ങനെ കിട്ടുന്നതാണ്. ഇതിൻ്റെ അടുത്ത കോളം നോക്കി. ആദ്യത്തെ 3 കോളം എഴുതി കഴിഞ്ഞാൽ പിന്നെ എഴുതുന്നൊരു ഓർഡർ ഉണ്ട്. ആദ്യത്തെ 3 കോളം എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളത്തിലുള്ളവരെ ഗുണിച്ച് 4ാമത്തെ കോളത്തിലോട്ട് എഴുതും. അങ്ങനെ അത് ഫില്ല് ചെയ്ത് വരും. അത് ഫില്ലായി കഴിഞ്ഞാൽ 5 കോളമല്ലേ ഉള്ളത്. അപ്പം 5ാമത്തെ കോളം ഇനി എഴുതണമെങ്കിൽ 3ാമത്തെ കോളത്തിലെയും 4ാമത്തെ കോളത്തിലുള്ളവരെയും ഗുണിച്ച് 5ാമത്തെ കോളത്തിലോട്ട് എഴുതി വെക്കും. ഇവരെ ഗുണിക്ക് ഇങ്ങോട്ട് എഴുതി വെക്കും, ഇവരെ ഗുണിച്ച് ഇങ്ങോട്ട് എഴുതും, ഇവരെ ഗുണിച്ച് ഇവിടോട്ട് എഴുതും. അങ്ങനെയാണ് എഴുതി പോകുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് സമ്മ് കാണേണ്ട കോളങ്ങൾ, ആളുകളുടെ എണ്ണം കാണാൻ FIയുടെ സമ്മ് കാണുക. FIXIയുടെ സമ്മ് പിന്നെ എന്തായാലും വേണം. അത് നമുക്ക് മനസ്സിലായി, ഇക്വേഷൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഇനി FIXI സ്ക്വയറിൻ്റെ സമ്മം വേണം. ഓക്കെ, അപ്പം സിമ്പിൾ ഒരു ചോദ്യമാണ്. 6 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പം ഇത് വൃത്തിയായിട്ടൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിൻ്റെ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ +1 ബാക്കിയുള്ള ചാപ്റ്റേഴ്സുമായി നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ചാപ്റ്ററുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സാർ ഇന്ന ചാപ്റ്റർ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഉണ്ട്, അതൊന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ചാപ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് തുടർന്ന് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ +1 കുട്ടികളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരുന്നത് വരെ നമുക്ക് ഗുഡ് ബൈ.